ഭാര്യ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിൽ നിന്ന് മാനസിക പീഡനവും ക്യാരക്ടർ ചോദ്യം ചെയ്യലും തുടങ്ങിയിരുന്നു. ഭർത്താവിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ മോശമായി പെരുമാറുകയും സമയത്ത് ആഹാരം നൽകാതിരിക്കുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഭർത്താവാകട്ടെ ഭാര്യ തൻ്റെ സഹോദരനുമായി അഡൾട്ടറസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കാണിച്ച് വിവാഹമോചനത്തിന് കേസ് കൊടുക്കുകയാണുണ്ടായത്. കള്ളക്കേസിൽ കുടുക്കുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയതായും കോടതിയെ ബോധിപ്പിച്ചു. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം ഫാമിലി കോടതി അഡൾട്ടറിയുടെ ഗ്രൗണ്ടിൽ ഡിവോഴ്സ് അനുവദിക്കുകയും 4000 രൂപ മെയിൻ്റനൻസായി മുൻ ഭാര്യയ്ക്ക് നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഈ ഉത്തരവിന്മേലുള്ള റിവിഷൻ പെറ്റീഷനുമായാണ് ഇരുഭാഗവും ഹൈക്കോടതിയെ സമീപിച്ചത്. മെയിൻ്റനൻസായി അനുവദിച്ച 4000 രൂപ മതിയാകില്ലെന്നും 20,000 രൂപ അനുവദിച്ചു കിട്ടണമെന്നുമായിരുന്നു സ്ത്രീയുടെ ആവശ്യം. എന്നാൽ പുരുഷനാകട്ടെ 4000 രൂപ നൽകാൻ കഴിയില്ലെന്നും വിവാഹമോചനം അനുവദിച്ചത് അഡൾട്ടറിയുടെ ഗ്രൗണ്ടിലാണെന്നും അത് കോടതിയിൽ തെളിഞ്ഞതാണെന്നും വാദിച്ചു. കൂടാതെ തൻ്റെ സാമ്പത്തിക നില പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായതെന്നും പുരുഷൻ്റെ ഭാഗം. ഇരു ഹർജിക്കാരെയും കേട്ടതിന് ശേഷം ജസ്റ്റിസ് അരവിന്ദ് കുമാർ വർമ്മ ഫാമിലി കോടതിയുടെ മെയിൻ്റനൻസ് ഓർഡർ സെറ്റസൈഡ് ചെയ്യുകയാണുണ്ടായത്. ഇത്തരത്തിൽ വിവാഹമോചനം നേടിയ സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല.